മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അതിന് ഞാൻ കുറച്ച് മുട്ടയുടെ തോട് എടുത്തിട്ടുണ്ട്, 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അങ്ങനെ 2-3 ടിപ്സുകൾ നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മളുടെ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാനിതാ ഒരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുട്ടയുടെ തോടിട്ട് കൊടുക്കുകയാണ്. ഈ മുട്ടയുടെ തോട് മിക്സിയിലിട്ട് പൊടിച്ചാൽ 2-3 ഗുണങ്ങളുണ്ട്. ആ പൊടി നമ്മൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, പിന്നെ മിക്സിയുടെ ജാറ് മൂർച്ച കൂട്ടി കിട്ടുകയും ചെയ്യും. മുട്ടയുടെ തോടൊന്നും കളയരുത്. മുട്ട എടുത്ത ശേഷം നല്ല കഴുകി ഉണക്കി നമ്മുടെ കവറിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമ്മൾക്ക് ജാറ് മൂടി വെച്ച് അടിച്ചെടുക്കാം. ജാറ് മൂടി വെച്ച് അടിച്ചെടുക്കാം. നമ്മൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടേൻ്റെ പൊടി ഇവിടെ കിട്ടിയിട്ടുണ്ട്, മുട്ടേൻ്റെ തോലിൻ്റെ പൊടി. ഇത് നല്ലൊരു വളമാണ് കേട്ടോ, പ്രത്യേകിച്ച് റോസിനൊക്കെ എല്ലാ ചെടികൾക്കും പറ്റും. പിന്നെ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുറേശ്ശെ ഇത്തിരിശ്ശേ ഇട്ട് കൊടുക്കാവുള്ളൂ ഓരോരോ ചട്ടിയിൽ കേട്ടോ, കൂടുതൽ ഇട്ട് കൊടുക്കരുത്. അതോ നമ്മളുടെ ചെടിയിൽ നിന്ന് കുറച്ച് ദൂരത്ത് അകലത്തിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മുട്ടത്തോട് വെച്ചുള്ള ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു വളമാണിത്. അത് നമുക്ക് ഇതേപോലത്തെ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാം. ടിപ്പ് നമ്പർ 2, നേന്ത്രപ്പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് എന്താ ചെയ്യുന്നത് നോക്കാം. ഈ 2 നേന്ത്രപ്പഴം നമ്മൾക്ക് തോലെടുക്കാം. നമുക്കിതിൻ്റെ തോല് മാത്രം മതി. തോല് മാത്രം നമുക്ക് മതി, പഴം നമുക്ക് കഴിക്കാം. ഇത് രണ്ടും അതേപോലെ തോലെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ പഴത്തിൻ്റെ തോലെടുക്കാം. അപ്പോൾ ഈ പഴത്തിൻ്റെ തോല് നമുക്കൊന്ന് ചെറുതാക്കി മുറിച്ച് കൊടുക്കാം. ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് ഉണ്ട്. എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും നന്ദി പറയാനും ഭാവിയിൽ ഇതേപോലെ സപ്പോർട്ട് തരണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. അപ്പോൾ ഇതേപോലെ ഇതൊന്ന് മുറിച്ച് കൊടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ തോലിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചെടികൾക്കൊക്കെ നല്ല ഒരൗഷധം മാതിരിയാണിത്. അപ്പോൾ ഇത് നമ്മളിത് മുറിച്ചെടുത്തു. ഇവിടെ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് നമ്മൾക്ക് നേന്ത്രപ്പഴത്തിൻ്റെ തോല് ചേർത്ത് കൊടുക്കാം. ഉണ്ടോ, ഇത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം അടിച്ചെടുക്കണം. നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ചെടികളെല്ലാം തഴച്ച് വളരാൻ പറ്റിയ എല്ലാ പോഷകാംശമുള്ള നല്ലൊരു ലായനിയാണിത്. ഇത് നല്ലോണം നേർപ്പിച്ചിട്ട് ഒന്നിന് ഒരു ഗ്ലാസ് ഇതെടുത്താൽ 4 ഗ്ലാസ് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെടികൾക്ക് ഒഴിക്കണം. അപ്പോൾ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. ടിപ്സ് നമ്പർ 3, നമ്മളെല്ലാവരും സേഫ്റ്റി പിൻ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ തുണിയിലൊക്കെ കുത്തി വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി തുണിയൊക്കെ കീറാനൊക്കെ ഇതുണ്ട്. ഇതേപോലെ നമ്മൾ കുത്തുമ്പോൾ തുണി കീറി പോകും. അപ്പോൾ പിന്നിൻ്റെ ഉള്ളിലേക്ക് ഈ തുണി കയറിയിട്ട് തുണി നമുക്ക് എടുക്കാനും പറ്റില്ല, തുണിയും കയറും. അപ്പോൾ അതിനുള്ളൊരു ടിപ്സാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്കൊരു സൂചിയിൽ നൂല് കോർത്തെടുക്കാം. എന്നിട്ട് ആ പിന്നിൻ്റെ ഒരു റൗണ്ട് ഭാഗം ഉണ്ടല്ലോ, അതിലിങ്ങനെ കോർത്ത് വെച്ചിട്ട് നമുക്ക് 2-3 ചുറ്റി ഒന്ന് കെട്ടി വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് തുണി കയറില്ല. അപ്പോൾ അത് നമ്മൾക്ക് തുണി കയറാണ്ട് നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി.
ടിപ്സ് നമ്പർ 4. ഞാനിതാ ഇവിടെ ഒരു പുതിയ കഷ്ണം തുണി എടുത്തിട്ടുണ്ട്. കോട്ടൺ തുണിയാണ്. അപ്പോൾ ഇത് നമ്മൾ ബ്ലൗസ് ഒക്കെ തയ്ക്കുമ്പോൾ നെക്കിന്, ചുടിദാർ തയ്ക്കുമ്പോൾ നെക്കിനൊക്കെ നമുക്ക് ക്രോസ് പീസ് വേണമല്ലോ. അപ്പോൾ ഒരേ വിഡ്ത്തിൽ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് ഇതിനിങ്ങനെ എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ തുണിയാണ്. സ്ക്വയറിൽ റെക്റ്റാങ്കിൾ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ കോർണർ വയ്ക്കുക. കോർണർ വെച്ചിട്ട് സ്കെയിൽ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്താ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒരേ അളവിൽ മാർക്ക് ചെയ്യുക രണ്ട് സൈഡിലും. നമ്മൾക്ക് എത്ര അകലത്തിൽ തുണി വേണമോ അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചുള്ള വിടുത്ത് കിട്ടും. ഇത് ഓരോരോ ഇഞ്ച് അകലത്തിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾക്ക് രണ്ട് സൈഡ് യോജിപ്പിക്കാം. ഇതാ നമ്മൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, കണ്ട. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ടല്ലോ സ്കെയില്, അത് നമ്മൾക്കങ്ങ് വലിച്ചെടുക്കാം. ഇപ്പം നമ്മൾക്ക് ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഈ ലൈനിൽ വെച്ച് മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരേ വിധത്തിലുള്ള നല്ല ക്രോസ് പീസ് കിട്ടും. പിന്നെ അത് നമ്മൾക്ക് യോജിപ്പിച്ചാൽ മതി. രണ്ട് സൈഡും ക്രോസ് ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, കണ്ട. ഇത് രണ്ടും ഒരേ സൈഡല്ല ഇങ്ങനെ വെക്കരുത്. ഇപ്പോൾ അതായത് രണ്ട് കണ്ടില്ലേ ക്രോസ് പീസ്. അപ്പം ഇത് ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൂചി നൂല് വെച്ച് തയ്ക്കുന്നത്. മെഷീനിൽ ഡയറക്റ്റ് തയ്ച്ചെടുക്കാം നമുക്ക്. ഇതിങ്ങനെ മെഷീനിൽ തയ്ച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു തയ്യലും കൂടെ കൊടുക്കണം. അപ്പോൾ അവിടെ നല്ലതായിട്ട് നിൽക്കും, കണ്ട. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല, കണ്ട. ഇങ്ങനെ ഇതാ നമ്മൾക്ക് ഒരേ വിധത്തിലുള്ള ക്രോസ് കട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ബ്ലൗസിൻ്റെ നെക്കിനും ചുരിദാർ നെക്കിനൊക്കെ വെച്ച് തയ്ച്ചെടുക്കാം. എല്ലാവർക്കും ഉപകാരപ്രദമായ ഈ 4 ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.